പ്രിയമുള്ളവരെ നമസ്കാരം. കാലാകാലങ്ങളായിട്ട് തിരുവനന്തപുരത്ത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നടക്കുന്ന നവരാത്രി പൂജയ്ക്ക് ഇപ്പോഴിതാ വാടക ചുമത്തിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പുതിയ തിട്ടൂരം വന്നിരിക്കുകയാണ്. ചെന്നു തൊടുന്നതെല്ലാം വിവാദങ്ങളാക്കി മാറ്റുന്ന തിരുവനന്തപുരത്തെ മേയറമ്മയെ കുറിച്ചുള്ള വാർത്തകൾ എന്നും മാധ്യമങ്ങൾ ചർച്ചയായി നിറഞ്ഞു നിൽക്കുകയാണ്. യദു എന്ന KSRTC ഡ്രൈവറുടെ ജോലി വരെ തെറിപ്പിച്ച് ഈ ഓണക്കാലത്ത് പോലും കുടുംബത്തെ പോലും പട്ടിണിയിലാക്കിയ മേയറമ്മയുടെ അങ്ങനെ നഗരഭരണം ഇന്നിതാ ദുർഗാപൂജയ്ക്ക് വിജയദശമിക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന പൂജപ്പുര ആ സരസ്വതി മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുർഗാപൂജയ്ക്ക് വാടക ചുമത്തിക്കൊണ്ടുള്ള പുതിയ നഗരസഭയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ഉത്തരവ് വന്ന സാഹചര്യത്തെക്കുറിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി അന്വേഷിക്കുകയും ഈ ഉത്തരവിനെതിരായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്ത് ഉപരോധം മുതലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഉത്തരവിന്റെ പിന്നിൽ മേയറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ വാടക നിശ്ചയിച്ചത് എന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഹിന്ദുവിന്റെ ആചാരമായിട്ടുള്ള ഈ ദുർഗാപൂജ ഇത്രയും കാലം കൊണ്ട് തിരുവനന്തപുരത്ത് ഈ പൂജപ്പുരയില് ഈ സരസ്വതി മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കെ ഈ സരസ്വതി മണ്ഡപത്തിൽ ദുർഗാപൂജയ്ക്ക് വിലക്കേർപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള മേയറുടെ നിലപാട് എത്ര ധിക്കാരപരമാണ്. ഈ സരസ്വതി മണ്ഡപത്തിൽ പിന്നെ എന്താണ് നടക്കേണ്ടത്? ഇഫ്താർ വിരുന്ന് നടത്തുവാൻ വേണ്ടിയിട്ടാണോ ഹിന്ദുവിന്റെ ആരാധനാലയങ്ങൾ, ഹിന്ദുവിന്റെ പവിത്രമായിട്ടുള്ള ക്ഷേത്ര സമുച്ചയങ്ങൾ ഒക്കെ ഉപയോഗപ്പെടുത്തേണ്ടത്? ഇത്തരത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ഈശ്വരവിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ഇത്തരക്കാരുടെ നമ്മുടെ ധർമ്മസ്ഥാപനങ്ങൾക്ക് നേരെ, നമ്മുടെ ആചാരങ്ങൾക്ക് നേരെ, ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള കൈകടത്തൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഈ കേരളത്തിൽ അടിയന്തരമായിട്ട് ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നടന്ന കാര്യം അത് പറയുന്നതിൽ രാഷ്ട്രീയത്തിന്റെ മുഖം നോക്കേണ്ട കാര്യമല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJP, ആ BJPയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെയാണ് മേയറുടെ ഈ വിഷയം പുറത്തു വരുന്നതും ഇത് പൊതുസമൂഹം അറിയുന്നതും ഇത് പിൻവലിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലേക്ക് മേയർക്ക് നീങ്ങേണ്ടി വരുന്നതും. മേയറെ ഇത്തരത്തിലുള്ള ഈ നിലപാടിലേക്ക്, ഈ ദുർഗാപൂജയ്ക്ക് വാടക ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഉത്തരവ് പിൻവലിപ്പിച്ച് ആ ഉത്തരവിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യത്തിലേക്ക് അവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എത്തിച്ചു എന്നുള്ള ആ ഒരു പ്രവർത്തനത്തെ അവരെ അംഗീകരിക്കാതിരിക്കാൻ, അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ എന്നാലും നാം ആലോചിക്കേണ്ടത് എത്ര വിചിത്രമാണ്. മറ്റൊരു മതത്തിന്റെയും ആരാധനാലയങ്ങളിലേക്ക് അവരുടെ ആരാധനാ സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആഘോഷത്തിന്റെ സമയത്ത് കടന്നു ചെല്ലുവാനോ ആ ആഘോഷത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വാടകയോ കരമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫീസ് ഈടാക്കാനോ ഇത്തരത്തിൽ കോർപ്പറേഷന്, ഈ മേയർക്ക് തന്റെ ഇടം ഉണ്ടാകുമോ? എന്തുകൊണ്ടായിരിക്കും ഹിന്ദുവിന്റെ ഈ ദുർഗാപൂജ പോലുള്ള പരിപാടികളിലേക്ക് കടന്നു വന്ന് അതില് ദുർഗാപൂജ ഇവിടെ നടത്തണമെങ്കിൽ തങ്ങൾക്ക് വാടക നൽകണം എന്നുള്ള ആ തിട്ടൂരമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്? ഇത് ഹിന്ദുവിന്റെ അസംഘടിതാവസ്ഥയെ, അല്ലെങ്കിൽ ഹിന്ദു പ്രതികരിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി എന്നുള്ള തെറ്റായിട്ടുള്ള ചിന്താഗതി വെച്ചിട്ടാണ് തിരുവനന്തപുരം മേയറായാലും ശരി, ശ്രീമാൻ പിണറായി വിജയനായാലും ശരി, അങ്ങനെ ഇടതുപക്ഷ നേതാക്കളൊക്കെ തന്നെ ഹിന്ദുവിന്റെ മെക്കിട്ട് കയറുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. ഇതിനെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സമാജം സുശക്തമായിട്ട് സംഘടിതമായിട്ട് മുന്നോട്ട് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇനിയും ഇക്കൂട്ടരെ ഇങ്ങനെ കയറൂരി വിട്ടുകഴിഞ്ഞാൽ ഹിന്ദു സമൂഹത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നാളൊരു സമയത്ത് നമുക്ക് സാധിക്കാതെ പോകും. വരുന്ന തലമുറയ്ക്ക് നമ്മുടെ ഹിന്ദു വിശ്വാസങ്ങൾ ഈ നാട്ടിൽ നടത്തുവാൻ വേണ്ടിയിട്ട് എല്ലാ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ ഇവിടെ കപ്പം കൊടുത്ത് നടത്തേണ്ട സാഹചര്യത്തിലേക്ക് ചെന്നെത്തും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മേയറമ്മമാരെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടിയിട്ട് സംഘടിതമായിട്ടുള്ള അജയമായിട്ടുള്ള ഹൈന്ദവ മുന്നേറ്റം അനിവാര്യമാണ്. നന്ദി, നമസ്തേ.